നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വന്ദനം ഞങ്ങൾ ആദ്യമായി അറിയിക്കുകയാണ്. ഞങ്ങളിവിടെ കടന്നു വന്നതിൻ്റെ ഉദ്ദേശം, ഞങ്ങളൊരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ ആശ്വാസമില്ലാതെ, സമാധാനമില്ലാതെ, പ്രത്യാശയില്ലാതെ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ, വെറുക്കൂത്തുകളിൽ മുഴുകി ജീവിച്ചവരായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നിങ്ങൾ കേൾക്കുകയും ഞങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിത്യജീവനും ദൈവം ദാനമായി നൽകുവാൻ ഇടയായി തീർന്നു. ഇത് ഒരു മതപ്രസംഗമോ രാഷ്ട്രീയ പ്രസംഗമോ അല്ല. മനുഷ്യ മനസ്സുകൾക്ക്, മനുഷ്യ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകുന്നതാണ് ഈ ദൈവവചനങ്ങൾ. ഇന്ന് സുവിശേഷം എല്ലാ കോണുകളിലും രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയിരുന്നാലും ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷ പ്രസംഗമാണ്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടുന്ന ആരെ കുറിച്ച്? അത് യേശു കർത്താവിനെ കുറിച്ചുള്ള പാട്ടുകളാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തിന് ഏറെ പറയണം, യേശു സകലത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്. യേശു കർത്താവ് ആരായിരുന്നു? യേശു കർത്താവ് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായിരുന്നു. യേശു കർത്താവ് മാനവരാശി രക്ഷിക്കുവാൻ ഇന്നേക്ക് ഏകദേശം 2020 പരം വർഷങ്ങൾക്ക് മുന്നമേ കന്യകയിൽ ഭൂജാതനായി മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഈ താണലോകത്തിൽ ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. വചനം പറയുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു രാജാവായി വേഗം മടങ്ങി വരുന്നു. നീ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സുവിശേഷം എന്നത് സകല മനുഷ്യരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെയാണ്. ഈ സുവിശേഷം ഇന്നും ജനകോടികളെ മാനസാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളെ, നൂറുകണക്കിന് ആളുകളെ മാനസാന്തരത്തിലേക്ക്, പാപമോചനത്തിലേക്ക് ഇന്നും ഈ സുവിശേഷം എത്തിക്കൊണ്ടുവരികയാണ്. ഓരോ മനുഷ്യ ഹൃദയങ്ങൾക്കും ആശ്വാസമായി, സമാധാനമായി, പ്രത്യാശയായി ഈ സുവിശേഷം ഇന്ന് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഈ സുവിശേഷം വെറും കെട്ടുകഥയല്ല, ഒരു പൈങ്കിളി കഥയോ മറ്റുള്ള കഥകളെ കുറിച്ച് പോലുള്ള മറ്റുള്ള കഥകളെ പോലെയല്ല ഈ സുവിശേഷം. ഇത് മനുഷ്യ മനസ്സിനെ ആശ്വാസവും സമാധാനവും നിത്യജീവനും പ്രദാനം ചെയ്യുന്നതാണ് ഈ സുവിശേഷം. ഇന്ന് പകൽക്കാലം ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ ആശ്വാസമായി, സമാധാനമായി, ഹൃദയത്തിന്റെ അകത്തളത്ത് പരിവർത്തനം ഉളവാക്കുന്ന ഒന്നാണ് മാറ്റമില്ലാത്ത ഈ സുവിശേഷം. പ്രിയ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ജീവിതത്തിൽ എങ്ങോട്ട് പോയാലും ഒരു ആശ്വാസമില്ല, സമാധാനമില്ല, പ്രത്യാശയില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന ജീവിതമേ, ഇന്ന് പകൽക്കാലം നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങൾക്ക് ആശ്വാസം നൽകി തരുവാൻ, സമാധാനം നൽകി തരുവാൻ യേശു കർത്താവിന് കഴിയും. യേശു കർത്താവ് 2020 വർഷങ്ങൾക്ക് മുന്നമേ പലസ്തീന്റെ മണ്ണിൽ, നാടിന്റെ നെറുകയും കുറുകയും സഞ്ചരിച്ച് രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഇടയായി തീർന്നു. ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷം പ്രഘോഷിക്കപ്പെടുവാനിടയായി തീർന്നു. താൻ ഓരോ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും കടന്നുപോയി യേശു കർത്താവ് സുവിശേഷം പ്രസംഗിച്ചു. മുരടന്മാർക്ക് കാഴ്ച കൊടുത്തു, മുടന്തന്മാരെ നടക്കുമാറാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ചെകിടന്മാരെ കേൾക്കുമാറാക്കി, പൈശാചികമായ ബാധകളാൽ വലഞ്ഞവരെ വാക്കിൽ അവരുടെ ശാപക്കെട്ടുകള്
പൈശാചികമായ കെട്ടുപാടുകളെ അഴിച്ചുവിടുവാനിടയായി തീർന്നു. ലോകത്താൽ സൗഖ്യമില്ലാതെ ഭാരപ്പെട്ട ജീവിതങ്ങൾക്ക് യേശു കർത്താവ് സൗഖ്യം കൊടുക്കുവാനിടയായി തീർന്നു. എന്നിട്ട് മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി യേശു കർത്താവ് രണ്ടു കള്ളന്മാരുടെ മധ്യത്തിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഏകയാഗമായി തീരുവാനിടയായി തീർന്നു. പല പ്രാവശ്യവും യേശു കർത്താവിന് അന്നത്തെ മതകോടതികളിൽ വിസ്തരിക്കുവാനിടയായി തീർന്നു. അവനിൽ പാപമില്ലായിരുന്നു, പാപം എന്തെന്നറിയാത്തവനായിരുന്നു, പാപികളിൽ നിന്ന് വേർപെട്ടവനായിരുന്നു. ആ യേശു കർത്താവ് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി കാൽവരിയിൽ യാഗമായി തീരുവാനിടയായി തീർന്നു. അടിക്കുന്നവർക്ക് പുറവും രോമം പറിക്കുന്നവർക്ക് കവിളും കർത്താവ് കാണിച്ചു കൊടുത്തു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമങ്ങത്തിന് മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിലൊന്ന് ന്യായം കിട്ടാതെ പോയി. ആ യേശു കർത്താവ് മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഏകയാഗമായി തീരുവാനിടയായി തീർന്നു. ക്രൂശിൽ കടന്നുകൊണ്ട് യേശു കർത്താവ് നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശു കർത്താവ് ചോദിക്കുവാനിടയായി തീർന്നു. പാപത്തിന് പരിഹാരം വരുത്തുവാൻ, മനുഷ്യന്റെ ശാപക്കെട്ടുകളിൽ നിന്ന് മോചനം കൊടുക്കുവാൻ യേശു കർത്താവ് ഏകയാഗമായി തീരുവാനിടയായി തീർന്നു. യേശു കർത്താവ് മരിക്കുക മാത്രമല്ല ചെയ്തത്, മരണത്തെ പരാജയപ്പെടുത്തി മൂന്നാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. നീ ഒരുപക്ഷെ തീരാ രോഗത്താൽ ഭാരപ്പെട്ട വ്യക്തി ജീവിതമായിരിക്കാം. സമ്പത്ത് മുഴുവനും ആസ്പത്രിയിൽ ചെലവഴിച്ചിട്ട് ഭേദം വരുത്തുവാൻ കഴിയാതെ, നിന്റെ രോഗം പൂർണ്ണമായി സൗഖ്യം വരുത്തുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമായിരിക്കാം താങ്കൾ. ഇന്ന് പകൽക്കാലം ഈ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷകനാഥനുമായി സ്വീകരിച്ച്, യേശുവിനായി നിങ്ങളുടെ ഹൃദയം സമർപ്പിച്ച്, യേശുവിനായി നിന്റെ ഹൃദയം തുറന്നുകൊടുത്ത് യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ വിടുതലായി മടങ്ങിപ്പോകുവാൻ കഴിയുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു എന്ന് യേശു കർത്താവ് പറയുകയാണ്. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യം പ്രാപിക്കുവാനിടയായി തീർന്നു. ആ രോഗത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി, ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, പിശാചുബാധിതരെ പുറത്താക്കുന്ന ദൈവികമായ ശക്തി ഇന്ന് ഇവിടെ വ്യാപരിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, സമ്പത്ത് മുഴുവനും ചെലവഴിച്ചിട്ട് ആശ്വാസം വരുത്തുവാൻ കഴിയാതെ, സമാധാനമില്ലാതെ, ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ, ജീവിതത്തിൽ ആശ്വാസമില്ലാതെ, ക്ലേശങ്ങളായി നെടുവീർപ്പുകളായി ഒരു ഉടഞ്ഞ പാത്രം പോലെ, കത്തിയഴിയുന്ന മെഴുകുതിരി പോലെ നീ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ മനസ്സിന്റെ മുറിവുകളെ കട്ടുവാൻ, ഹൃദയത്തിന്റെ വേദനകളെ മാറ്റുവാൻ യേശുവിന് കഴിയും. ആ യേശു നിന്നെ വിളിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സത്യ സുവിശേഷം. പിന്നെ കർത്താവ് വരാൻ പോകുന്നത് പാപികളെ ചേർക്കുവാനല്ല, പാപത്തിന് പരിഹാരം വരുത്തുവാനല്ല. യേശു കർത്താവ് മടങ്ങി വരാൻ പോകുന്നത് പാപം കൂടാൻ നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു കർത്താവ് വിരവിൽ രണ്ടാമതും ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. അതിന്റെ ലക്ഷണങ്ങളാണ് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർത്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഇവിടങ്ങൾ ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, മഹാവ്യാധികൾ ഭൂമിയിൽ ഒന്നിനു പുറകെ ഒന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാലത്തിന്റെ ലക്ഷണങ്ങൾ? ഈ പറയപ്പെട്ട ലക്ഷണങ്ങളാണ് കാലത്തിന്റെ ലക്ഷണങ്ങൾ. ഇതെല്ലാം ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വരുവാനുള്ളവൻ വരും, പിന്നെ താമസിക്കുകയില്ല. പ്രിയ സുഹൃത്തെ, യേശുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ, യേശുവിനോട് കൂടെ നിങ്ങൾ പോകണമെങ്കിൽ, യേശുവിൽ വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് പാപമോചനം പ്രാപിച്ച് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ യേശുവിന്റെ വരവെങ്കിൽ പോകുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം യേശു നിങ്ങളെ വിളിക്കുകയാണ്. യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് നൽകുവാൻ കഴിയുമോ എന്ന് യേശു ചോദിക്കുകയാണ്. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ വാസം ചെയ്യുമെന്ന് യേശു കർത്താവ് പറയുകയാണ്. പ്രിയ സ്നേഹിതന്മാരെ, ഇവര് പറയുന്നത് പോലെ കാലത്തിന്റെ ലക്ഷണങ്ങളെല്ലാം മസിഹായുടെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ തന്റെ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തന്റെ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുകയില്ല. അവൾ മറന്നിരുന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്
യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് യേശു കർത്താവ് പറയുകയാണ്. യേശു പാപങ്ങളെ ക്ഷമിച്ചാൽ ആർക്കും അത് കുത്തിപ്പൊന്തിക്കുവാൻ കഴിയുകയില്ല. യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുകയാണ്. യേശു പാപമോചനം നൽകുന്നവനാണ്. യേശു കർത്താവ് ശാപക്കെട്ടുകൾ അഴിച്ചു മാറ്റുന്നവനാണ്. ശാപത്തിന്റെ നീർച്ചൂഴിയിൽപ്പെട്ട്, ശാപത്തിന്റെ കണ്ടത്തിൽപ്പെട്ട്, ശാപത്തിന്റെ നീർച്ചൂഴിയിൽപ്പെട്ട് കേഴുന്ന മനുഷ്യ, ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിക്കുവാൻ, ശാപത്തിന്റെ കെട്ടുകൾ അഴിക്കുവാൻ, ശാപത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി അനുഗ്രഹത്തിലേക്ക് നിന്നെ നടത്തുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതിനായി നിന്റെ ഹൃദയം യേശു ചോദിക്കുകയാണ്. യേശു നിന്റെ ഹൃദയം ചോദിക്കുകയാണ്, പ്രിയ മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് നൽകുവാൻ കഴിയുമോ? നിന്റെ ഹൃദയം എനിക്ക് നൽകുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുക. യേശു കർത്താവ് വാസം ചെയ്തു കഴിഞ്ഞാൽ നിന്റെ സകല നിരാശകളും മാറിപ്പോകും. നിന്റെ സകല ദുഃഖങ്ങളും വേദനകളും മാറിപ്പോകുവാനിടയായിത്തീരും. നിന്റെ ശാപക്കെട്ടുകൾ മാറിപ്പോകും. എന്താണ് ശാപക്കെട്ടുകൾ മാറിപ്പോവാൻ ചെയ്യേണ്ടത്? നിന്റെ ഹൃദയം യേശുവിനായി സമർപ്പിച്ച് നിന്റെ പാപങ്ങളിൽ നിന്ന് പാപമോചനം പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. യേശു നിങ്ങളെ വിളിക്കുന്നു. യേശുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയ സഹോദര, സ്നേഹിത, യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. അവന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. മകനെ, മകളെ, നീ എനിക്കുള്ളവനാണ്, നീ ഉള്ളവളാണ് എന്ന് യേശു കർത്താവ് പറയുകയാണ്. അല്ലല്ല, നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. അല്ലല്ല മാനസാന്തരപ്പെടാതിരുന്നാൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുകയാണ്. ഇനി വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് യേശു കർത്താവ് മടങ്ങി വരാൻ പോകുകയാണ്. യേശുവിനായി ഹൃദയം സമർപ്പിച്ച് പാപമോചനം പ്രാപിക്കുവാൻ, രോഗസൗഖ്യം പ്രാപിക്കുവാൻ, ശാപക്കെട്ടുകളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഞങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. യേശു ഒരു പിതാവിന്റെ സ്നേഹം നൽകി തരുന്നവനാണ്. യേശു ഒരു മാതാവിന്റെ സ്നേഹം നൽകി തരുന്നവനാണ്. മകനെ, മകളെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ മാറോടണച്ച് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിനെ നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ ലഘു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി, സമാധാനമായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.